അമേരിക്കൻ സൈന്യത്തിലെ പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന ആളുകളുടെയൊക്കെ കൂടെ ഒരു യോഗം വിളിച്ചു കൂട്ടുന്നു. അടുത്ത ആഴ്ച യോഗം നടക്കാൻ പോകുന്നു. അങ്ങനെ ഒരു യോഗം വിളിക്കണമെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു കാര്യം കാണത്തില്ലേ? പക്ഷേ ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ അങ്ങനെയുള്ളൊരു നിലപാടിനെ കുറിച്ച് കേട്ടിട്ടുമില്ല. എന്തെങ്കിലും സംശയാസ്പദമായ കാര്യമാണോ? അല്ല, ഇന്നിപ്പം ലോകം മുഴുവൻ വളരെയധികം ശ്രദ്ധയോടെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു സംഗതിയാണ്. കാരണം നമുക്കിപ്പോൾ അറിയാം, ലോക അന്തരീക്ഷം നമുക്കിപ്പോൾ അറിയാമല്ലോ. ഈ പൊതുവെ നിലനിൽക്കുന്ന അന്തരീക്ഷം നമുക്ക് ശരിക്കും പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും ഒരു ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെടാവുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അത്ര ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ അമേരിക്കയിൽ ഇപ്പം പീറ്റർ ഹെഗ്സത്ത്, അദ്ദേഹം ഇതുവരെ നേരത്തെ ഉണ്ടായിരുന്ന ഈ അടുത്ത കാലം വരെ അദ്ദേഹം അമേരിക്കൻ പ്രതിരോധ മന്ത്രി, അവർ ഡിഫൻസ് സെക്രട്ടറി എന്നാണ് പറയുക. പക്ഷെ അത് മാറ്റിയിട്ട് ട്രംപ് യുദ്ധകാര്യ മന്ത്രിയാക്കി മാറ്റി. സെക്രട്ടറി ഓഫ് വാർ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഡെസിഗ്നേഷൻ. ഇപ്പോൾ ഇതിനകത്തൊരു ഏറ്റവും വലിയൊരു ഇപ്പോൾ എനിക്കത് അമേരിക്കയിലത് വലിയൊരു തമാശയായിട്ടാണ് ഇപ്പോൾ ഇത് കാണുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ ട്രംപ് അറിഞ്ഞിരുന്നില്ല. ട്രംപ് അറിയാതെ പീറ്റർ ഹെഗ്സത്ത് അമേരിക്കയിലെ 800 ജനറൽമാരുടെ ഒരു മീറ്റിംഗ് വെർജീനിയയിൽ വിളിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ അതായത് 800 ജനറൽമാരെന്ന് പറഞ്ഞാൽ ഈ അമേരിക്കൻ സേനയുടെ മുഴുവൻ ജനറൽമാരെയും, അത് 800 പേരുണ്ട്. ഈ 800 പേരെ ഒറ്റയടിക്ക് വിളിച്ചിരിക്കുകയാണ്. അതിനകത്ത് 44 പേരാണ് ഏറ്റവും ടോപ്പിലുള്ള 4 സ്റ്റാർ ജനറൽസ് എന്ന് പറയുന്നത്. ഇവർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഈസ്റ്റ് യൂറോപ്യൻ, മിഡിൽ ഈസ്റ്റ് തുടങ്ങിയിട്ടുള്ള ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അമേരിക്കയുടെ മിലിറ്ററി സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ നിന്നുള്ള ഈ 4 സ്റ്റാർ ജനറൽസിനെ ഉൾപ്പെടെയാണ് ഈ വെർജീനിയയിലേക്ക് പീറ്റർ ഹെഗ്സത്ത് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനിടയ്ക്കാണ് ട്രംപ് ഈ എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് എല്ലാം ഇപ്പോൾ ഒപ്പിടുന്നത് മാധ്യമപ്രവർത്തകരുടെയൊക്കെ മുമ്പിൽ വെച്ചാണല്ലോ. അങ്ങനെ ഒപ്പിട്ടിട്ടുണ്ട്. ഒരു എനിക്ക് തോന്നുന്നു ടിക്ടോക്കിൻ്റെ ഓർഡറാണെന്ന് തോന്നുന്നു. ഒപ്പിട്ടതിന് ശേഷം ഈ മാധ്യമപ്രവർത്തകർ ചോദിച്ചു, പീറ്റർ ഹെഗ്സത്ത് വിളിച്ചിരിക്കുന്ന വെർജീനിയയിലെ മീറ്റിങ്ങിനെ കുറിച്ച് എന്ത് പറയുന്നു? അപ്പോഴാണ് ട്രംപ് അറിഞ്ഞിട്ടില്ല ഈ സംഗതി. അപ്പോഴാണ് JD വാൻസ് അവിടെ എന്ന് പറഞ്ഞു, ഇങ്ങനെ ചൊവ്വാഴ്ച ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്, ജേർണലിസ്റ്റിനെ എല്ലാം വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ട്രംപ് പറഞ്ഞു, കൊള്ളാം, പുള്ളി നല്ല പണിയാണ് ചെയ്യുന്നത്, നല്ല കുഴപ്പമില്ലാതെ ഗംഭീരമായിട്ട് നടക്കട്ടെ, ലോകത്തുള്ള മുഴുവൻ ജനറൽമാരും ഇവിടെ വരുന്നുണ്ട്, അപ്പോൾ ലോകത്തിൻ്റെ വിവിധ വശങ്ങളിലെ കാര്യങ്ങൾ അറിയാൻ കഴിയും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അജണ്ട എന്താണെന്നുള്ളത് ഇപ്പോഴും ആർക്കും അറിയത്തില്ല. ഇതിനിടയ്ക്ക് ഏറ്റവും വലിയൊരു ആശങ്ക ഉയർത്തുന്ന സംഗതി, ഈ പീറ്റർ ഹെഗ്സത്ത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മുൻകാല പരിചയമുള്ള വ്യക്തിയല്ല. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് അത്ര പുറത്തു പറയാൻ പറ്റുന്ന സംഗതിയല്ല. ട്രംപിനോടുള്ള ലോയൽറ്റി ഉണ്ട് എന്ന പറയുന്ന ഏക പരിഗണന വെച്ചിട്ടാണ് പീറ്റർ ഹെഗ്സത്തിന് ഈ പൊസിഷൻ ട്രംപ് കൊടുത്തിരിക്കുന്നത്. നേരത്തെ ചില സ്ത്രീകളെ ഹരാസ് ചെയ്ത കേസുകളിലൊക്കെ പെട്ട വ്യക്തിയും കൂടെയാണ് അദ്ദേഹം. അപ്പോൾ അതൊക്കെ ട്രംപിൻ്റെ ഭരണകൂടത്തിൽ അതൊക്കെ ഒരു അഡീഷണൽ ക്വാളിറ്റി ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 800 ജനറൽമാരെയും വിളിച്ചിട്ട് എന്താണ് ഈ അടിയന്തര ആവശ്യം എന്നുള്ള സംബന്ധിച്ചിട്ട് പല വിദേശകാര്യ വിദഗ്ധരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. കാര്യം എന്തുകൊണ്ട് ഈ നിർണായക സ്ഥലങ്ങളിൽ നിന്നും ഈ ജനറൽമാരെ വിളിച്ചു എന്നുള്ള സംഗതി അത് സംബന്ധിച്ച് ആർക്കും ഒരു ഉത്തരം കിട്ടില്ല. ഈ വരുന്ന ചൊവ്വാഴ്ച മീറ്റിംഗ് കഴിഞ്ഞിട്ട് അതിനുശേഷം നമുക്കറിയാൻ കഴിയും ഏത് ദിശയിലേക്കാണ് ഈ ചർച്ചകൾ പോകുന്നത്. ഇത് പെൻറ്റഗൺ പോലും ഇതിനെക്കുറിച്ച് ധാരണയില്ലെന്നാണ് പറയുന്നത്. അവിടെയാണ് ഈ അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ ഇതിൻ്റെ ഈ കെട്ടുപൊട്ടിയ ഒരവസ്ഥയിലേക്ക് അമേരിക്കൻ ഭരണകൂടം പോകുന്നുള്ള സംശയം വരുന്നുണ്ട്. കാര്യം ട്രംപ് പോലും അറിയുന്നില്ല. ഇപ്പം ലോകത്തുള്ള മുഴുവൻ ജനറൽമാരെയും അമേരിക്കയിലേക്ക് വിളിച്ചു വരുത്തുന്ന ഒരു സംഗതി അമേരിക്കൻ പ്രസിഡന്റ് പോലും അറിയാതെയാണ് എന്ന് പറയുന്നത്. പെൻറ്റഗണിന് പോലും ധാരണയില്ല എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അവിടെയാണ് ഈ ഹെഗ്സത്തിൻ്റെ ഈ അധികാരമേറ്റതിന് ശേഷം ഇദ്ദേഹം യുക്രൈനിലേക്ക് അയക്കാനുള്ള കുറേ യുദ്ധ ഉപകരണങ്ങൾ ദോഹയിൽ കൊണ്ടിറക്കി. പെൻറ്റഗണിനും അറിയില്ല, വാഷിങ്ടണിലും അറിയില്ല, ആർക്കും അറിയില്ല ഇത് ആരാണ്, എവിടെ നിന്നാണ് ഓർഡർ, എങ്ങനെ പോയി എന്നുള്ള സംഗതി. അപ്പോഴാണ് അറിയുന്നത് പീറ്റർ ഹെഗ്സത്തിൻ്റെ വാക്കാലുള്ള നിർദ്ദേശപ്രകാരം ഇത് പോയതാണ്. അപ്പോൾ ഈ രീതിയിൽ വളരെ ലൂസായിട്ട് നടക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ അമേരിക്കയുടെ ഈ ഭരണ സംവിധാനം മാറുന്നതിൻ്റെ ഒരു കാഴ്ചയും കൂടെയാണ് നമ്മൾ ഈ കാണുന്നത്.
അപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ലോകത്ത് സംഘർഷഭരിതമായ ഒരു അവസ്ഥ നിലനിൽക്കുന്നു. അമേരിക്ക പല യുദ്ധങ്ങളിൽ കയറി ഇടപെടുന്നു, പലതിനകത്തും അമേരിക്കയെ കാഴ്ചക്കാരാക്കി നിർത്തിയിട്ട് ഇസ്രായേലും റഷ്യയൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഇവിടെയൊക്കെ അമേരിക്കയുടെ ശ്രദ്ധ ഈ രീതിയിൽ വന്നാൽ പോരല്ലോ, അല്ലെങ്കിൽ ട്രംപിൻ്റെ ഒരു ഉത്തരവാദിത്വം ഇങ്ങനെ വന്നാൽ പോരല്ലോ. അപ്പോൾ എവിടെയോ ട്രംപിന് പിഴയ്ക്കുകയാണോ വീണ്ടും വീണ്ടും? ട്രംപിന് പിഴയ്ക്കുകയാണോ അതോ അമേരിക്ക യഥാർത്ഥത്തിൽ അവർ ഒറ്റപ്പെട്ടു എന്നുള്ളൊരു യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ അവരെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്നു എല്ലാം. അവർ ഇപ്പം അവരെ ദോഷമായിട്ട് ബാധിക്കുന്ന തീരുമാനങ്ങൾ പോലുമാണ് ഇപ്പോൾ ട്രംപ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ട്രംപ് വന്നതിന് ശേഷം എടുത്തിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും, ഈ ട്രേഡ് ടാരിഫിൻ്റെ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം പിന്നെ ഈ 100% ഫാർമ ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് ഏർപ്പെടുത്തി, ജനറിക് മെഡിസിൻ ഒഴിച്ചിട്ട്. അപ്പം ഇതുപോലും അവിടുത്തെ അമേരിക്കൻ ജനതയ്ക്ക് താങ്ങാൻ പറ്റാവുന്ന ഒരു അവസ്ഥയിലേക്കല്ല നീങ്ങുന്ന സാധനം. സകല ബ്രാൻഡഡ് ഫാർമയ്ക്കും ഈ 100% താരിഫ് ഏർപ്പെടുത്തി. അതോടൊപ്പം തന്നെ ട്രംപ് ഉദ്ദേശിക്കുന്നത് ഈ ഫാർമ കമ്പനികൾ അമേരിക്കയിൽ വന്ന് ഇത് നിർമ്മാണം ആരംഭിക്കണമെന്നാണ് പറയുന്നത്. അതിനുവേണ്ടിയാണെന്ന് പറയുന്നത്. ആലോചിച്ച് നോക്കുക, എത്ര വർഷം എടുക്കും ഈ ഫാർമ കമ്പനികളൊരു അവിടെ കൊണ്ട് നിക്ഷേപം നടത്തി അതിൻ്റെ പിന്നെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി ഇതെല്ലാം പ്ലാന്റുമൊക്കെ സെറ്റപ്പ് ചെയ്യണമെങ്കിൽ നാളുകൾ എത്ര എടുക്കും? അതെ. അപ്പം ഇങ്ങനെയൊക്കെയുള്ളൊരു ഭ്രാന്തമായ ഒരു അവസ്ഥയിലൂടെ ഈ ട്രേഡ് ടാരിഫ് വാർ ഒരു ഭാഗത്ത് നടക്കുന്നു. അതോടൊപ്പം തന്നെ ഈ മിലിറ്ററി വിന്യാസത്തിന്, അതല്ലെങ്കിൽ മിലിറ്ററിയുടെ പുറത്തുള്ള ഒരു നിയന്ത്രണം അമേരിക്കൻ ഭരണകൂടത്തിന് നഷ്ടമാവുകയാണോ, അതോ ഈ പീറ്റർ ഹെഗ്സത്തിന് വേറെ ആരുടെയെങ്കിലും, ഇപ്പം ഉദാഹരണത്തിന് അവിടെ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് വളരെ ശക്തമായിട്ടൊരു സംഗതിയാണ്. ഇപ്പോഴും അത് വളരെ ഭദ്രമായിട്ട് തന്നെ നീങ്ങുന്നുണ്ട് സാധനം. അപ്പോൾ അവർ ഭരണം കയ്യിലെടുത്തോ എന്നുള്ളതൊക്കെയാണ് ഇത്തരം ഈ പിന്നെ ഈ പീറ്റർ ഹെഗ്സത്തിൻ്റെ ഈ നിലപാടൊക്കെ നമ്മളുടെ മുമ്പിൽ ഉന്നയിക്കുന്ന വിഷയങ്ങൾ. അപ്പോൾ ഇത് ഏത് രീതിയിലേക്ക് പോകും എന്നുള്ളതൊക്കെ കമ്പനി കണ്ടറിയേണ്ടതാണ്. കാരണം ഒരു നിലപാടിനകത്തും ഇതുമില്ല. അല്ല, ഇപ്പോൾ ട്രംപിനെ സംബന്ധിച്ച് തന്നെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ നേതാക്കൾ തന്നെ ട്രംപ് ശരിയല്ല, ട്രംപിൻ്റെ ഈ പോക്ക് ഇനി മുന്നോട്ട് പോകില്ല, പാർട്ടിയെ തന്നെ അതൊരു സ്ഥിരീകരിക്കും. ഒരു പക്ഷേ ട്രംപിനെ സ്ഥാനഭ്രഷ്ടനാക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാൽ അതിനും അത്ഭുതപ്പെടാനില്ല. തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് രീതിയിലാണ് സംഗതി പോകുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, അമേരിക്കൻ പ്രസിഡന്റ് ചോദിക്കുകയാണ് ഇങ്ങനെ JD വാൻസ് അമേരിക്കയുടെ ലോകത്തുള്ള മുഴുവൻ ജനറൽമാരെയും വിളിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഓഹോ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് മാധ്യമപ്രവർത്തകർ അറിഞ്ഞിട്ട് പോലും അമേരിക്കൻ പ്രസിഡന്റ് അറിയാത്തൊരവസ്ഥയിലേക്ക് വരുന്നു. അപ്പം ഇത്തരത്തിലുള്ള ഒരു പിന്നെ ഈ ഒരു ലൂസായിട്ടുള്ളൊരു സംഗതിയിൽ അപ്പം ഈ ഭരണം ആരുടെ കയ്യിലാണ്? അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ കയ്യിൽ പൂർണ്ണമായിട്ടും അത് ഒതുങ്ങിയോ, അതോ അതിൻ്റെ ഉപകരണങ്ങളായിട്ട് പീറ്റർ ഹെഗ്സത്തും ഈ ട്രംപ് മാറുകയാണോ? ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംശയങ്ങളും നമ്മുടെ മുമ്പിൽ ഉയർന്നു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ആഗോളതലത്തിൽ വളരെ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കേണ്ട സന്ദർഭങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നത്, അല്ലേ? ഉദാഹരണത്തിനിപ്പം യുക്രൈൻ വാർ. അപ്പം എന്നിട്ട് അദ്ദേഹം പറയുന്നത്, അദ്ദേഹം എന്താണ് പ്രസിഡന്റ് ഓഫ് പീസ് എന്നാണ് പുള്ളി സ്വയം വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് പുള്ളി ഇങ്ങനെ ഈ ട്രേഡ് വാറിലൂടെ ലോകക്രമം തന്നെ കംപ്ലീറ്റ് തകർത്ത് കളഞ്ഞു. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ ഈ ലോകം മുഴുവൻ ഇങ്ങനെ ഈ യുദ്ധങ്ങളുടെ അന്തരീക്ഷത്തെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇതാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ ഈ ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്ന ദൗത്യം എന്ന് പറയുന്ന സംഗതി. അപ്പോൾ ഈ പശ്ചാത്തലത്തിലാണ് അമേരിക്കൻ ഭരണകൂടം പോലും ഒരു എന്താ പറയുക, ഒരു കെട്ടുറപ്പില്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്ന യാഥാർത്ഥ്യം. ശരിക്കും പറഞ്ഞാൽ ആശങ്കപ്പെടുന്നുണ്ടല്ലേ? കാരണം അമേരിക്കൻ പ്രസിഡന്റ് അറിയാതെ US ആർമിയുടെ ഒരു യോഗം നടക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത്തരം ഒരു വാർത്ത ലോകത്തേക്ക് സ്പ്രെഡ് ചെയ്താൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതം വളരെ മോശമായിരിക്കില്ലേ? തീർച്ചയായിട്ടും. മാത്രമല്ല ഈ ലോകത്തുള്ള എല്ലാ, ഇപ്പോൾ ഉദാഹരണത്തിന് മധ്യേഷ്യയിലുള്ള ഒരു ചുമതലയുള്ള ഒരു ജനറൽ 4 സ്റ്റാർ ജനറലാണ്. 800 ജനറൽമാരാണുള്ളത്. അതിനകത്ത് 44 ജനറൽമാർക്കാണ് ഈ 4 സ്റ്റാർ പദവിയുള്ളത്. അവരാണ് ഈ ഓരോ മേഖലകളിൽ, ഈ അമേരിക്കയ്ക്ക് പുറത്തുള്ള ഓരോ മേഖലകളിലെ ഒരു റീജിയൻ തിരിച്ചതിൻ്റെ ചുമതലയുള്ളത്. അവരെല്ലാം അങ്ങോട്ട് വിളിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് പറഞ്ഞത്, സ്ട്രാറ്റജിക്കലായിട്ട് പോലും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു നടപടിയാണ് ഇതെന്നാണ് ഇപ്പോൾ അമേരിക്കയിലുള്ള വിദഗ്ധരൊക്കെ ചൂണ്ടിക്കാട്ടുന്നത്. കാര്യം ഒരു നിർണായകമായ ഒരു ഉദാഹരണത്തിന് മധ്യേഷ്യയൊക്കെ ഏറ്റവും കലുഷിതമായ ഏരിയയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഇവിടെ നിന്നൊക്കെയുള്ള ഈ ജനറൽമാരെയാണ് അമേരിക്കയിലേക്ക് വിളിച്ചിരിക്കുന്നത്. അത് അമേരിക്കൻ പ്രസിഡന്റ് അറിയാതെ വിളിച്ചിരിക്കുന്നു
അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ യുദ്ധമന്ത്രി സ്വന്തം നിലയ്ക്ക് വിളിച്ചതാണ് എന്നൊരവസ്ഥ വരുന്നു. അപ്പം ഈ രീതിയിൽ ഉള്ള ഒരു കെട്ടുറപ്പില്ലാത്ത ഭരണകൂടവും ഇതിൻ്റെ സ്വാഭാവികമായിട്ട് സ്ഥിരതയില്ലാത്ത സർക്കാരും. ഇപ്പോൾ പ്രസിഡന്റിന് നയസ്ഥിരത എന്നൊരു സംഗതിയില്ല. രാവിലെ പറയുന്ന അതിന് ഘടകവിരുദ്ധമായിട്ടായിരിക്കും വൈകുന്നേരം പറയുക. അപ്പോൾ ആ രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുന്നതിന് ആ ഒരു അവസ്ഥയാണ് ഇപ്പം നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരുന്നത്. ഇത് എനിക്ക് തോന്നുന്നത് ഇത് ലോകത്തിന് പ്രശ്നം ഉണ്ടാകാനായിട്ടല്ല, അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ അമേരിക്കൻ എംപയറിൻ്റെ തകർച്ചയാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.